എറണാകുളം എരമല്ലൂർ റോഡ് മാർഗം 22 കിലോമീറ്റർ, ട്രെയിന് പോയാൽ 18 കിലോമീറ്റർ. എറണാകുളത്തു നിന്ന് പുറപ്പെട്ടാൽ കുമ്പളം അരൂർ ഹോൾട്ട്, അതിനുശേഷം ഏഴുപുന്ന. ഇതാണ് ഏഴുപുന്ന റെയിൽവേ സ്റ്റേഷൻ. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 4 ട്രെയിൻ ഓടും. ഈ റെയിൽവേ സ്റ്റേഷനിൽ പോലും ഡബിൾ ലൈൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ ക്രോസിംഗ് ഒരിക്കലും വരില്ല. സിംഗിൾ ലൈനാണ്. കണ്ടോളൂ. ആലപ്പുഴ ഡബിൾ ലൈൻ ആയിത്തീരുന്നത് എന്നാണാവോ. ഞാൻ പോണത് എരമല്ലൂർ ജംഗ്ഷനിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് കാട്ടത്തുരുത്തി പോകണം. ഈ കാണുന്നത് തുരുത്തിലേട്ടാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് വഞ്ചി കിട്ടും. വഞ്ചി ഇപ്പോൾ അപ്പുറത്താണ്, പഞ്ചായത്തിനടുത്താണ്. പൈസ കൊടുക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ആൾക്കാരെല്ലാം കൊടുക്കും. ഇതാ കള്ള് ഷാപ്പും ഈ തടത്തിൻ്റെ മുമ്പിൽ. ഇതാ വഞ്ചി വരുന്നുണ്ട്, എന്നെ കൊണ്ടുപോകാനുള്ള വഞ്ചി. ഞാൻ അതിൽ കയറും. ഈ വഞ്ചി എടുക്കുമ്പോൾ കാട്ടത്തുരുത്ത് പ്രശസ്തമായി, ടൂറിസ്റ്റുകാരുടെ പ്രശസ്ത കേന്ദ്രമായി. ആഴ്ചയിൽ 30 ടൂറിസ്റ്റുകളെങ്കിലും വരുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാട്ടത്തുരുത്തെന്ന് വെച്ചാൽ ത്രോ ഐലൻഡ് എന്നാണ്, കാക്കകളുടെ നാട്. അതെ, ഞാൻ ചെന്നിട്ട് കാക്കയുടെ കരച്ചിൽ കേട്ടു. കാക്കനെ ഒന്നും കണ്ടില്ല. ഞാനിതാ തടുത്തിറങ്ങി, ബോട്ട് കെട്ടിൽ തടുത്തിറങ്ങി. ബോട്ട് കെട്ടിയല്ല, വഞ്ചിക്കടവിൽ. അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇത്രേ വഴി. ഇവിടം വിട്ട് കഴിഞ്ഞാൽ നിലത്ത് ഇഷ്ടിക വിരിച്ചിട്ടില്ല. നനഞ്ഞു കിടക്കുന്ന മണ്ണാണ്. വെള്ളം കയറുമ്പോൾ നനയുന്ന മണ്ണ്. ഇപ്പോൾ ഉപ്പുവെള്ളമാണ്. വർഷക്കാലത്ത് നല്ല വെള്ളമായിരിക്കും. എന്താ പച്ചപ്പ്, എവിടെയും പച്ചപ്പ്. കെട്ടിടങ്ങളോ വളരെ കുറച്ച് മാത്രം. 20 വീട്ടുകാരെ ഉള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കൃഷിയുണ്ട്, നെൽകൃഷിയുമുണ്ട്. മീൻ കൃഷിയാണ് അധികം. മീൻ വളർത്തുന്നവർ വളരെയധികമുണ്ട്. അതാ കാട്ടിക്കൂടിയുള്ള നടപ്പാണെന്ന് തോന്നും, പക്ഷേ കാടല്ല. പുല്ല് പിടിച്ചിട്ടുള്ള മരം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. ചുള്ളികളാണ് അധികം. കണ്ടൽ വനമായിരിക്കാം. അതിൻ്റെ ഒരു പച്ചപ്പ്, നല്ലൊരു പച്ചപ്പ് തന്നെയാണ്. ഇതിലെ നടന്ന് പോകണം. ഇത് ആലപ്പുഴ ജില്ലയിൽ വെമ്പനാട്ട് ലേക്കിലാണ്. ഈ ഐലൻഡിന് 3 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ. ഈ ഐലൻഡ് ഇന്ന് ലോകപ്രശസ്തമാണ്. നാഷണൽ ജിയോഗ്രാഫിക് ട്രാവൽ മാഗസിൻ എറൗണ്ട് ദ വേൾഡ് ഇൻ 24 hours ഫോട്ടോഗ്രാഫിക് ടൂറിൽ ഏറ്റവും നല്ല സൺസെറ്റ് കിട്ടുന്നത് ലോകത്തിലാണ് കേട്ടോ, ഇന്ത്യയിലല്ല. സൺസെറ്റ് കിട്ടുന്നത് ഈ കാട്ടത്തുരുത്തിൽ നിന്നാണെന്ന്. പോരെ, ഇത്രയും വലിയ ലോകപ്രശസ്തി നേടാൻ ഈ കാട്ടത്തുരുത്തിന് ഇവരുടെ ഒരു റിപ്പോർട്ട് മാത്രം പോരെ? ഇത് ഏഴുപുന്ന പഞ്ചായത്തിലാണ്. ഇവിടെ മൈഗ്രേഷൻ ബേർഡ് ഇഷ്ടമാതിരി വരും. ഇവിടെ 20 കുടുംബം ഉള്ളെങ്കിലും ആയുർവേദിക് ഹോസ്പിറ്റലുണ്ട്, ഒരു അംഗൻവാടിയുമുണ്ട്. ഈ വഞ്ചിക്കാരൻ എന്നെ വെമ്പനാട്ടിലേക്ക് കൊണ്ടുപോയി ഈ സൺസെറ്റ് കാണിക്കാമെന്ന് പറഞ്ഞു. ഇയാൾ സ്ഥിരം ഇവിടെ വരുന്നവർക്ക് അക്കരയിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തെ കാണാൻ പറ്റും. അവിടെ അന്വേഷിച്ചാൽ മതി. ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വലിയ ഗ്രൂപ്പാണെങ്കിൽ വലിയ ബോട്ടും, ചെറിയ ഗ്രൂപ്പാണെങ്കിൽ ചെറിയ വഞ്ചിയുമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന് 500 രൂപ കൊടുത്തു. 1 മണിക്കൂർ എന്നെ തുഴഞ്ഞു നിർത്തിയതാണല്ലോ. ഇതാ ഒരു സൂര്യാസ്തമയം കണ്ടോളൂ. ഇന്ന് സൂര്യാസ്തമയം കാണാൻ ഞാൻ വരാൻ കാരണം ഇന്ന് എൻ്റെ ജന്മദിനമാണ്. മാർച്ച് 6. 6-ാം തീയതി ഞാൻ ജനിച്ചതല്ലേ. മാർച്ച് 6-ാം തീയതി ഒരു അസ്തമയം തന്നെ കാണാൻ തീരുമാനിച്ചു. 68 വയസ്സ് വരെയും ജീവിച്ചില്ലേ, ഇനി അസ്തമയം കാണാൻ നേരമായി. സൂര്യാസ്തമയമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അസ്തമം.
അതിന് അധികം നാൾ നീണ്ടു നിൽക്കില്ലെന്നറിയാം. നീണ്ടു നിൽക്കേണ്ട കാര്യവുമില്ല. ഈ ജീവിതം അസ്തമിക്കുന്നത് വരെ സന്തോഷത്തോടുകൂടി ഓടി നടന്ന് യാത്ര ചെയ്ത് ഇന്ത്യ മുഴുവൻ കാണണമെന്നൊരാഗ്രഹമുണ്ട്. ഞാനത് നിറവേറ്റും. അതിനുശേഷമേ എനിക്ക് എൻ്റെ മരണം തേടിയെത്തുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ കാക്കത്തുരത്തിലിരുന്ന് ഞാൻ എൻ്റെ ജീവിതം ഓർത്തു. ആ ഓർമ്മകൾ ഞാൻ അടുത്ത വീഡിയോയിൽ സൂര്യാസ്തമയത്തിൻ്റെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. നിങ്ങൾ കാണാൻ വരണേ, എൻ്റെ കൂടെ യാത്രകളിൽ വരണേ. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോ കാണാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമോ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു.